നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു പുളിങ്കറിയാണ്. ഊണിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതും വളരെ രുചിയുള്ളതായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് മത്തനും അതുപോലെ ഒന്നുകിൽ വെള്ളരി അല്ലെങ്കിൽ കുമ്പളാണ്. മത്തൻ്റെ അളവാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ മത്തൻ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ളരിക്ക് പകരം കുമ്പളങ്ങ വേണമെങ്കിൽ കുമ്പളങ്ങ ഉപയോഗിക്കാം. അപ്പോൾ മത്തൻ എടുത്തതിൽ നിന്നും ഒരു 1/4 ഭാഗം മാത്രം മതി നമുക്ക് കുമ്പളങ്ങയാണെങ്കിലും വെള്ളരിക്കയാണെങ്കിലും. ഇതൊരു പ്രഷർ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് പ്രഷർ ഒന്ന് പോയി വരുമ്പോൾ അപ്പോൾ തന്നെ തുറക്കാവുന്നതാണ്. കൂടുതൽ സമയം വെക്കേണ്ട, അപ്പോഴത്തേക്ക് അങ്ങ് വെന്ത് കുഴയും. ഈ ഒരു സമയം കൊണ്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലി, അതേപോലെ തന്നെ ഒരു ഇത്തിരി മാത്രം ഉലുവയുടെ അളവ് കൂടി പോകരുത്. അതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2-3 വറ്റൽമുളക്. ഞാനിവിടെ എരിവ് അധികം ചേർക്കുന്നില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളവരാണെങ്കിൽ എരിവ് അധികം ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട പൊടിക്കുന്ന സമയത്ത്. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിന് ഏറ്റവും രുചി കൊടുക്കുന്നത്, ഈ ഒരു അരപ്പ്. അപ്പോൾ ഇത് എന്തായാലും ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. ഇനി 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ഒരു ഇത്തിരി വെള്ളവും ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും അതുപോലെ തന്നെ വെള്ളരിയും ഒരു മൺചട്ടിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് പുളി പിഴിഞ്ഞതും കൂടി ഒഴിക്കാം. പുളിയുടെ അളവ് ഒത്തിരി കൂടി പോകരുത്. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അപ്പോൾ അത് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേങ്ങയുടെ മിക്സ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. തേങ്ങ ഇല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് പുളിങ്കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ കുറുകിയിട്ടുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഒരു നുള്ളി ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത മത്തന് നല്ല മധുരമുള്ളതാണെങ്കിൽ ഒരിക്കലും ശർക്കര ഇട്ട് കൊടുക്കേണ്ട, അല്ലെങ്കിൽ മാത്രം ഒരിത്തിരി ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് താളിച്ച് ചേർക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണയിലോട്ടേക്ക് കടുക്, ഉലുവ, അതുപോലെ തന്നെ വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് ചേർത്തിട്ട് നമ്മൾ താളിച്ചെടുക്കുന്നത്. കുറച്ച് കറിവേപ്പില വാട്ടാതെ തന്നെ ആദ്യം നമ്മളൊന്ന് കറിയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ താളിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. കറി നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.